ഇന്നത്തെ ക്ലാസ് നമുക്ക് ഉപകരിക്കട്ടെ. അതിനായി ആദരണീയനായ ഗുരുപ്രകാശ സ്വാമികളെ സാദരം ക്ഷണിച്ചുകൊള്ളു. കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹ വന്ദനം. അനുകമ്പ ജീവനുണ്ടെങ്കിൽ അവനെ ജീവി എന്ന് പറയാം, അവൻ ജീവിക്കുന്നു എന്നും പറയാം. പക്ഷെ യഥാർത്ഥ ജീവിയായി തീരണമെങ്കിൽ അവന് ശ്വാസം മാത്രം പോരാ, അതിലുപരി വിശ്വാസവും അതിൽ നിന്ന് ഊറി വരുന്ന അനുകമ്പയും ഉണ്ടാവണം. ഗുരു ഇത് സ്പഷ്ടമായി ചൂണ്ടിക്കാണിക്കുന്നു. അരുളുള്ളവനാണ് ജീവി. നമുക്ക് അനുകമ്പ ദർശനത്തെ ആഴത്തിൽ മനനം ചെയ്യുവാനല്ല തുനിയുന്നത്. ആരാണോ ഈ നവാക്ഷരി മന്ത്രം നമുക്കായി ഓതിത്തന്നത്, ആ അനുകമ്പാമൂർത്തിയെ ഒന്ന് പരിചയിക്കാനാണ് ശ്രമിക്കുന്നത്. ഗുരുവിൻ്റെ പ്രത്യേകത നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജീവിതം അവിടുത്തെ ആദർശത്തിൻ്റെ നേർവ്യാഖ്യാനമാണ്. അവിടുന്ന് മൊഴിഞ്ഞത്, ഇനി അവിടുന്ന് കുറിപ്പെടുത്തിയത്, വെളിപ്പെടുത്തിയത് ഒക്കെ ദുർഗ്രാഹ്യമായി തോന്നുന്നവർക്ക് ഒട്ടും സന്ദേഹം വേണ്ട. അവിടുന്ന് വെളിപ്പെടുത്തിയതിൻ്റെ എല്ലാം വ്യാഖ്യാനം അവിടുത്തെ ജീവിതത്തിലെ ഓരോ നടപടികളിലുമുണ്ട്, ഓരോ ഭാവത്തിലുമുണ്ട്. ഗുരുവിൻ്റെ ഒരു സവിശേഷത കൂടി നാം കണ്ടു. അത് മറ്റൊന്നുമല്ല, ഗുരു സ്തുതിഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനകൾ എഴുതിയിട്ടുണ്ട്, ദേവതാസ്തുതികളുണ്ട്. അതിൽ
ദേവതകളെ വർണ്ണിക്കുന്നതിന് ഉചിതമായ വിശേഷണങ്ങൾ അവിടുന്ന് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ വിശേഷണങ്ങൾ അത്രയും യോജിക്കുന്നത് അതിൻ്റെ രചയിതാവായ ഗുരുവിൽ മാത്രമാണെന്ന് കാണാം. ഇത് ഒരു അപൂർവത തന്നെയാണ്. ഏത് കൃതിയായിക്കൊള്ളട്ടെ, അതിലെല്ലാം നല്ല നല്ല വിശേഷണങ്ങൾ, ദേവതകളുടെ ഗുണങ്ങൾ ഗുരു അവരിൽ അത് കാണുകയാണ്. ഗുരു അവരിൽ അത് കാണും. പക്ഷെ നാം കാണുന്നത് വേദേതിഹാസ പുരാണ കഥാപാത്രങ്ങളായിട്ടാണ്. അതിലെ വർണ്ണനകൾ നോക്കുമ്പോൾ ഈ ഗുണങ്ങൾ അവരിൽ ചില സമയം തീരെ യോജിക്കുന്നേയില്ല. എന്നാൽ ഗുരുവിൻ്റെ പ്രത്യേകത ഇതെല്ലാം ഗുരുവിൽ വിളങ്ങി നിൽക്കുന്നു എന്നാണ്. അത് മിന്നൽ പോലെ പ്രത്യക്ഷപ്പെട്ട് മറയുന്നതല്ല. ആ വക ഗുണങ്ങളെല്ലാം അവിടുത്തേതിൽ നിത്യമായി ശോഭിക്കുന്നു. നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറയുന്നത് ഈ ഗുണങ്ങളുടെ പ്രകാശനമാണ്. ഇത് തന്നെയാണ് ഗുരുത്വം. അപ്പൊ അവിടുന്ന് അനുകമ്പാമൂർത്തിയെ പലരിലൂടെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ലോകത്ത് നന്മയുടെ വഴി കാട്ടിപ്പോയ പ്രവാചകന്മാരിലും ഗുരുക്കന്മാരിലും സിദ്ധന്മാരിലുമെല്ലാം അനുകമ്പയെ കണ്ടെത്തുകയാണ്. അവരിലെ അനുകമ്പയുടെ ഒരു പ്രകാശനമാണ് അവർ ചെയ്തിട്ടുള്ള സത്പ്രവൃത്തികൾ. അവരെല്ലാം അനുകമ്പാമൂർത്തികൾ തന്നെയായിരുന്നു. മുമ്പ് സൂചിപ്പിച്ച തത്വമനുസരിച്ച് ഗുരുവിൽ ഇത് പൂർണ്ണമായും വിളങ്ങുന്നു എന്നതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഇന്ന് നാം കണ്ടുപോകുന്നത്. ഒരു സന്ദർഭം തമിഴകത്ത് കോയമ്പത്തൂർ ദേശത്താണ്. ഗുരു പലതവണ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണത്. ഈ വേള ഒരു വേനൽക്കാലമായിരുന്നു. അവിടുത്തേക്ക് താമസിക്കുന്നതിന് ഒരു ഇരുനില മാളിക തന്നെ അവിടുത്തെ ഭക്തർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തമിഴർക്ക് ഭക്തി കൂടുമെന്ന് ഗുരു വെളിപ്പെടുത്തിയത് ഓർക്കുക. ആ നിഷ്കളങ്കമായ ഭക്തിക്ക് മുമ്പിൽ പൂർണ്ണമായും വിധേയപ്പെട്ട് നിൽക്കുന്നതൊക്കെ ഗുരുദേവന്റെ ആ പഴനി സന്ദർശന വേളയെ നമ്മൾ കാണുമ്പോൾ ബോധ്യപ്പെടും. ഇതാ ഒരു ഉദ്യാനമുണ്ട്. നല്ല രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു ഉദ്യാനം. അവിടെ പൂച്ചെടികൾ മാത്രമല്ല, ചെറിയൊരു തോട്ടവുമുണ്ട്, തണലുമുണ്ട്, ഫലങ്ങളുമുണ്ട്.
അവിടെ ആ വേനൽക്ക് നല്ല ആശ്വാസം ലഭിക്കുന്ന ഒരു തുരുത്താണത്. ഗുരു അവിടെ വളരെ സന്തോഷത്തോടെ ആശ്വാസത്തോടെ നിലകൊള്ളും എന്ന് ഊഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടുന്ന് ആ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായില്ല. ഉഷ്ണമൊക്കെ സഹിച്ചുകൊണ്ട് അവിടുന്ന് ആ മാളികയുടെ പൂമുഖത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. നല്ലപോലെ വെടിപ്പാക്കിയ ആ തോട്ടത്തിൽ അവിടുന്ന് പ്രവേശിക്കണമെന്നും അവിടെ ഇരുന്ന് അവിടുന്ന് ഈ മനോഗതം ചെയ്യുന്നതൊക്കെ കണ്ടാനന്ദിക്കാമെന്നുമൊക്കെ കരുതിയവർക്ക് ഒരു നിരാശയായി. അവസാനം ഈ ഉഷ്ണത്തിന് ആശ്വാസമാകുമല്ലോ, അവിടത്തേക്ക് അവിടെ ഇരിക്കാമല്ലോ എന്ന് ക്ഷണിക്കുകയുണ്ടായി. അപ്പം ഗുരു അവിടേക്ക് ഒരു നെടുവീർപ്പിന്റെ ഭാവത്തിൽ നോക്കിയിട്ട് ഗുരു അത് നിഷേധിക്കുകയായിരുന്നു. പാവം എന്ന് മാത്രം പറയുകയും ചെയ്തു. എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അവിടെ ഈ പാവം തോന്നത്തക്ക രീതിയിൽ ഒന്നും കാണാനില്ലായിരുന്നു. ചെടികളെല്ലാം നല്ല തളിർത്ത് പുഷ്പിച്ചു നിൽക്കുന്നു, തണലുണ്ട്, അതിൻ്റെ കുളിരുമുണ്ട്. ഇനി അവിടെ എങ്ങാനും വല്ല ദീനം പിടിച്ച ജന്തുക്കളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നിമിത്തമാകാം ഈ പരാമർശം. പക്ഷേ അങ്ങനെയൊന്നും അവിടെ കണ്ടതുമില്ല. ഗുരുവിൻ്റെ അന്തർഗതം എന്തായിരുന്നു? അവിടുന്ന് അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്തു. ആ കാളകളെ എത്ര കഷ്ടപ്പെടുത്തിയിട്ടാണ് ഇതിങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവമെന്ന് ചോദിച്ചാൽ, ഈ വേനൽക്ക് നല്ലപോലെ നനയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അവിടെ ഒരു കിണറുണ്ടായിരുന്നു. വളരെ ആഴമുണ്ടായിരുന്നു ആ കിണറിന്. അത്രയും ആഴത്തിൽ നിന്നും വെള്ളം പൊക്കിയെടുക്കുന്നത് മനുഷ്യന് ശ്രമകരമാണ്. ഇവിടെ അത് ചെയ്യിപ്പിച്ചത് കാളയെ കൊണ്ടാണ്. അതിലൊരു കാളയുണ്ടായിരുന്നു. അത് പ്രത്യേക രീതിയിൽ കൽപ്പിയിൽ ഘടിപ്പിച്ച ബലമുള്ള വടം. അത് കാളയിലും ഘടിപ്പിക്കും. അപ്പൊ ഈ കാള കരയ്ക്ക് നിൽക്കുമ്പോൾ ആ വലിയ ഭീമൻ തൊട്ടി വെള്ളത്തിൽ മുങ്ങും. കാള മുമ്പോട്ട് നടക്കണം. അപ്പം അങ്ങനെ ഒരു നിശ്ചിത ദൂരം എത്തുമ്പോൾ ആ തൊട്ടി കരയ്ക്കെത്തും. പിന്നെ അത് പിടിച്ച് ചാലിലേക്ക് ഊറ്റുകയേ വേണ്ടു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇത് ഒരു കാളയെ സംബന്ധിച്ച്, ഒരു വണ്ടി വലിക്കുന്ന കാളയെ സംബന്ധിച്ച് ഇതത്ര വലിയ ദുരിതമല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അതല്ല, കാളയുടെ ദുരിതം അതല്ല. പിന്നെ ഈ കാളയെ പുറകോട്ടടിച്ച് നടത്തുകയാണ്. കാള മുന്നോട്ട് വന്നതുപോലെ തന്നെ പുറകോട്ട് നടക്കണം അത്രേ. കാളയ്ക്കത്
ശീലമുണ്ടാവില്ല. മനുഷ്യരാണെങ്കിൽ അഭ്യാസങ്ങൾ കാണിക്കും. ഏതു തരത്തിലും അവനത് ബോധപൂർവം ചെയ്യാൻ പറ്റും. പക്ഷെ കാളയുടെ ആ ജന്മവാസന ഇതിനനുവദിക്കുന്നില്ല. അതിന് ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ ആ മുഖപ്പിനിട്ട് തന്നെ മൂക്കിന് മുകളിൽ ചാട്ടയ്ക്കടിക്കും. അപ്പം അങ്ങനെ അടി പേടിച്ച് തന്നെ, അടി കൊണ്ട് പൊളഞ്ഞു തന്നെ അത് കൊമ്പ് കുലുക്കി വാല് ചുരുട്ടിയൊക്കെ പ്രതിഷേധിക്കും. നിവൃത്തിയില്ലതിന്. പിന്നെ ഓരോ ചാട്ടയുടെ ആ ചുഴറ്റൽ വരുമ്പോൾ ഇത് അങ്ങ് നടന്നു പോകും. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ശീലം കൊണ്ട് അതൊരു സ്വഭാവമായി മാറും, ആവർത്തനം കൊണ്ട്. ഇവിടെ കാളയ്ക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടും അതാകുന്നില്ല. അതിൻ്റെ അർത്ഥം എപ്പോഴും അടിച്ചു വേണം ഇതിനെ പുറകോട്ട് നടത്താൻ. മുമ്പോട്ടത് ശാന്തമായി പോവുകയും ചെയ്യും. ഗുരു ഇത് നേരിട്ട് കണ്ടില്ല. അവിടത്തേക്കിത് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ നോക്കുമ്പം ഏതാണ്ട് സ്വർഗസമാനമായ ഒരു അന്തരീക്ഷം. പ്രത്യേകിച്ചും ഗുരുവിന് വേണ്ടി അത് ഒരുക്കപ്പെടുമ്പോൾ അത് എത്ര വെടിപ്പോടെ അവർ പരിപാലിച്ചിരുന്നു എന്നും കൂടി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആർക്കും അതിലൊരു കുറവും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ മനോഹരമായ ആ പച്ചത്തുരുത്ത്, കൊടും വേനലിൽ പ്രശോഭിച്ചു നിൽക്കുന്ന ആ പച്ചത്തുരുത്ത് കണ്ടപ്പോൾ ഉള്ളു നീറുകയാണ് ഗുരുവിന് ഉണ്ടായത്. ഓർത്തു നോക്കൂ, അവിടുന്ന് മുഴിഞ്ഞത്രേ. അവിടുത്തെ വായു ശ്വസിക്കാൻ കൊള്ളില്ല. അവിടുത്തെ വായു ശ്വസിക്കാൻ കൊള്ളില്ല. ആ പാവത്തിൻ്റെ വിലാപം അവിടെ എങ്ങും കാണും. നോക്കൂ സഹോദരങ്ങളെ, ഇത് നമ്മളൊക്കെ വിചാരിക്കുന്നത് നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ, അല്ലെ കാണാൻ ഇടവന്നിട്ടുള്ളവർക്ക് മാത്രമേ അത് സങ്കടമുണ്ടാവുകയുള്ളൂ എന്നാണ്. ഇപ്പൊ ചിലരുണ്ട്, ഈ കോഴി ഇല്ലാതെ ആഹാരം രസമാവില്ല. പക്ഷേ ഈ കോഴിയെ കൊല്ലുന്ന ആ രംഗം ഒന്ന് കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അയാളുടെ തൊണ്ടയിൽ നിന്ന് ഇതിറങ്ങിയെന്ന് വരില്ല. ഉള്ളിൽ ഒരു അനുകമ്പയുടെ ഒരു ലേശമെങ്കിലും കാണണം എന്നൊരു ഉപാധിയോടെ പറയുകയാണ്. പലതും അങ്ങനെയാണ്. ഇപ്പം മുന്നൽ വരുന്ന പലതും ആഹാ എങ്ങനെയല്ല അലങ്കരിച്ചൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ട് വെക്കുന്നത്. അത് അതിൻ്റെതായ ടേബിൾ മാനേഴ്സോടെയൊക്കെ ഇരുന്ന് രസമൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ ഇതുണ്ടാക്കുന്നിടം കാണുന്നില്ല, എങ്ങനെ ഇതുണ്ടാകുന്നു എന്ന് അറിയുന്നില്ല. മുന്നൽ വന്നു, പ്രത്യക്ഷത്തിലെല്ലാം കാണാൻ മനോഹരം, നല്ല ഗന്ധം, വീണ്ടും വീണ്ടും പ്രലോഭിപ്പിക്കുന്ന അതിൻ്റെ രുചി. നാം അതിലങ്ങ് മയങ്ങും. നമ്മളൊക്കെ അത്രയേ ഉള്ളൂ, വിഷയികളാണ്. ഗുരു അങ്ങനല്ല. ആ തോട്ടം കണ്ടപ്പോൾ തന്നെ, ആ തോട്ടമെല്ലാം നല്ല ഭംഗിയിൽ നിൽക്കുന്നതും ഈ കൊടും വേനലിലും അത്
പുഷ്പിച്ച് ഫലിച്ചൊക്കെ നിൽക്കുന്നതും അത് നല്ലത് തന്നെയാണ്. അതിനെ അவ்விധം പരിപാലിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ പരിപാലിക്കും എന്ന് ഇത് കേട്ട ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം. ആരും പറഞ്ഞില്ല, തോന്നിയിട്ടുണ്ടായിരിക്കാം. ഗുരു വീണ്ടും പൂരിപ്പിച്ച് പറഞ്ഞു എങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത് നിൽക്കുന്നവരുടെ ആ മനോവിചാരം അവിടുന്ന് അറിയുന്നു എന്ന് തന്നെയാണ്. അവിടുന്ന് മൗനത്തിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം മുഴിഞ്ഞത്, 2 കാളകളെ ഉപയോഗിക്കാമല്ലോ. അതെങ്ങനെ? ഒരു കാളെ മുമ്പോട്ട് നടത്തുമ്പോൾ പിന്നെ അടുത്ത കാളെ അതിനെ പുറകോട്ട് കൊണ്ടുവരാൻ വേണ്ടി അതിനെ മുമ്പോട്ട് നടത്തുക. അതിനുള്ള ഒരു പോംവഴിയും കൂടി അവിടുന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. പക്ഷേ അത്രയും ത്യാഗം ചെയ്യേണ്ട കാര്യം അവർക്കില്ല. 2 കാളെ പോറ്റണം. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. ആ കുളിരും തണലും ഒന്നും ഗുരുവിന് ഹിതമായില്ല. ഒരു ജീവിയുടെ നീറ്റൽ, അതിൻ്റെ വേദന. ഇത് കേവലം തല്ലുകൊള്ളുന്നതിൻ്റെ ആ നീറ്റൽ മാത്രമാണോ? സ്വാഭാവികമായ അതിൻ്റെ ആ ജൈവിക പ്രവണതയെ പോലും വളരെ പ്രകോപിപ്പിച്ച് തന്നെ നടത്തുകയാണ്. അതിൻ്റെ ശാപം, ആ തണലിലെല്ലാം അതിൻ്റെ ശാപമാണ് തങ്ങി നിൽക്കുന്നത്. ഇതായിരുന്നു ഗുരു. ഏത് രംഗത്തും ഗുരുവിന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. നമുക്കിനി മുമ്പോട്ട് കാണാം. ഒരു നാണയം കൊണ്ട് കാണിക്ക വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫലം കൊണ്ട് കാഴ്ച വയ്ക്കുമ്പോൾ ഏത് മനോഭാവത്തിലാണത് കൊണ്ടുവച്ചത് എന്ന് ഗുരു അറിയും. മുന്നിൽ വെക്കുന്നത് വളരെ വെടിപ്പായിട്ടായിരിക്കും. ഇലയൊക്കെ ഇട്ട് നല്ല വെടിപ്പായി അവിടെ പൂജയ്ക്ക് വെക്കുന്നത് പോലെ ഗുരുസ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവെക്കും. ഒരുപക്ഷെ അവിടുന്നത് വീക്ഷിക്കുക പോലും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ വേറെ ആരോ ആശ വെച്ചത്, അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ ഗുരുവിന് കൊടുക്കുന്നതിൽ വിമുഖത പറഞ്ഞത്, അവിടുന്ന് അതറിയും. പൂർണ്ണ മനസ്സോടെ അല്ലാത്തതൊന്നും അവിടുന്ന് സ്വീകരിക്കുന്നില്ല എന്നതിന് ദൃഷ്ടാന്തങ്ങൾ ഏറെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രസിദ്ധമായ അവിടുത്തെ ഒരു ചര്യ. ഒരു വേള ഈ കൊല്ലം പ്രാക്കുളത്ത് അവിടുന്ന് എഴുന്നള്ളിയിരിക്കുകയാണ്. അപ്പൊ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഈ ചെറു യാത്രകളുണ്ട്. അവിടുന്ന് ഒരിടത്തേക്ക് പോകേണ്ടത് ഏതാണ്ട് ഒരു 3 മൈലോളം നടന്നു വേണം. അപ്പോൾ അവിടെ നല്ല വെയിലാണ്. അതിലൂടെ നടക്കുന്നത് വളരെ ക്ലേശകരമായതുകൊണ്ട് മംഗലശ്ശേരി ഗോവിന്ദൻ ചേർന്നാർ വലിയ ധനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാടാണ്. പോരെങ്കിൽ വീരശൂരപരാക്രമിയായ നമ്മുടെ കരുവാക്ക് കൃഷ്ണനാശാനുമുണ്ട്. കൃഷ്ണനാശാൻ ഒരു കാളവണ്ടി ഏർപ്പാട് ചെയ്തു. അപ്പൊ ആ കാളവണ്ടിക്ക് പോയാൽ മതി എന്ന് ശഠിച്ചു. കൃഷ്ണനാശാൻ അങ്ങനെ ഒരു രീതിയുണ്ട്.
ഒന്നിനിറങ്ങി തിരിച്ചാൽ അത് സാധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് സാധിക്കുന്നതുവരെ അതിൽ തന്നെ പിടിച്ചു നിൽക്കും. ഗുരുവിന്റെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനിച്ചാൽ അതും അങ്ങനെ തന്നെ. അപ്പൊ ഗുരു അത് വേണ്ട എന്ന് വിലക്കിയിട്ടും കൃഷ്ണനാശാൻ സമ്മതിക്കുന്നില്ല. അവസാനം ഈ പൊള്ളുന്ന വെയില് അതിലൂടെ നടന്നു പോകുന്നത് വളരെ വിഷമകരമാണ്. ഒരുപക്ഷെ ഗുരുവും ചിന്തിച്ചിരിക്കാം, തന്നെ അനുഗമിച്ചു വരേണ്ടവരായ ഇവർക്കും അത് ക്ലേശമാകുമല്ലോ. എന്താണെങ്കിലും ഗുരു പിന്നെ മൗനത്തിലായി, പുറപ്പെടുകയുണ്ടായില്ല. സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല, ഇത് വാഹനം വരുന്നതും കാത്ത് ഇരിപ്പായി. അപ്പോ ഇടയ്ക്കൊന്ന് മുഴുങ്ങി, വേണ്ടതില്ലായിരുന്നല്ലോ, പുറപ്പെടാമായിരുന്നല്ലോ. അപ്പോൾ കൃഷ്ണനാശാൻ ആ സ്വാതന്ത്ര്യം വെച്ച് വീണ്ടും ഉറപ്പിച്ചു കൽപ്പിച്ചു, വാഹനം ഇങ്ങെത്തും, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടകൊള്ളാം. ഇത് സമയം അധികരിക്കുന്നു. അപ്പൊ നിർബന്ധിച്ചവർക്ക് പോലും ഒരു അലോസരമായി, വണ്ടി വരാൻ വൈകുന്നു. അപ്പൊ ഈ സമയം കൊണ്ട് ഏറെക്കുറെ പകുതി ദൂരം എത്താമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും അവർക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ വേഗത്തിൽ രണ്ടുപേർ വരുന്നു. അവരെ അണച്ചാണ് വരുന്നത്. അപ്പോൾ അവർ വന്ന് അണപ്പോടെ പറയുകയാണ്, വാഹനം കാളവണ്ടി വരുന്നുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് ഒരു വൃക്ഷത്തിന്റെ വേര് തള്ളി നിന്നിരുന്നു, പൊങ്ങി നിന്നിരുന്നു വഴിയിലേക്ക്. അപ്പൊ ധൃതി വെച്ച് പോകുന്നത് കൊണ്ട് ആ ചക്രം അതിൽ കയറിയപ്പോൾ സൈഡ് പൊങ്ങി, വണ്ടി അലച്ചു വീണു. കാളകൾക്ക് സാരമില്ല, പക്ഷെ വണ്ടി ഉപയോഗിക്കാൻ മേലാത്ത വിധം അത് പിളർന്നു പോയി, ഒടിഞ്ഞുപോയി. ഗുരുവിന് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ല, കണ്ണടച്ച് മൗനമായിട്ടിരിക്കുകയായിരുന്നു. കൃഷ്ണനാശാനാണെങ്കിൽ ആകെ നിരാശനായി, ഇച്ഛാഭംഗം പല തരത്തിൽ ആ മുഖത്ത് മ്ലാനത പരത്തി. ഗുരു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു, നടന്നു പോകുന്നു. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പേ ഗുരു പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, നിഷേധിച്ചിട്ടുള്ളതാണ്. കാളകളോ അല്ലെങ്കിൽ മൃഗങ്ങളോ വലിക്കുന്ന വാഹനത്തിൽ കയറില്ല എന്നുള്ളത്. പല നാട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവും. അവിടെയെല്ലാം അത് അവിടുന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യും. ചില ഒഴിവാക്കാൻ മേലാത്ത സാഹചര്യത്തിൽ ഗുരു അതിൽ കയറിയിട്ടില്ല എന്നല്ല. ഒരു തവണ അങ്ങനെ കാളവണ്ടിയിൽ കയറി. ആ കാളവണ്ടി അല്പം മുമ്പോട്ട് നീങ്ങിയപ്പോൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും ആ വണ്ടിയിൽ നിന്ന് അവിടെ നിറങ്ങി സഞ്ചരിക്കുകയുമായിരുന്നു. ഒരിക്കൽ ഈ വടക്കൻ മലബാറിൽ കണ്ണൂർ ദേശത്ത് അവിടെ എഴുന്നള്ളുകയുണ്ടായി. അവിടെ പ്രഗത്ഭരായ പല ഗുരുഭക്തരുമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഒഴിവുവേളയിൽ എല്ലാവരും സമുദായ കാര്യങ്ങളും ക്ഷേത്ര കാര്യങ്ങളുമൊക്കെ സംസാരിച്ചു. ഇന്നത്തെ ഒരു ഒഴിവുവേളയിൽ ഗുരുവിനോട് പല കൗതുകങ്ങളും അറിയാൻ വേണ്ടി ചോദിക്കുകയുണ്ടായി. അങ്ങനെ
ഈ വിഷയവും അവിടെ ഉണർത്തിക്കപ്പെട്ടു. ചോദിച്ചു, ഈ മൃഗങ്ങൾ വഹിക്കുന്ന വണ്ടികളിൽ അവിടുന്ന് യാത്ര ചെയ്യില്ലാത്തത് എന്തുകൊണ്ടാണ്? അറിയാനുള്ള ഒരു കൗതുകമാണ് അവർക്ക്. അപ്പോൾ ഗുരു വളരെ പതിഞ്ഞ ശബ്ദത്തിൽ മൊഴിഞ്ഞത്, കാളകളത് മനസ്സോടെയല്ല, അറിഞ്ഞോണ്ടല്ല വലിക്കുന്നത്. അവറ്റകളെ കൊണ്ട് വലിപ്പിക്കുകയാണ്. അതേസമയം മനുഷ്യനാണെങ്കിലോ അവൻ മനസ്സോടെയാണ് വലിക്കുന്നത്. അപ്പൊ വലിച്ചിട്ടവന് കാര്യമുണ്ട്, അതിൻ്റെ പ്രതിഫലം കിട്ടും. ഇനി സേവയാണെങ്കിലും അത് മനസ്സോടെ ആയിരിക്കും. അവൻ്റെ കടമയെന്നോണമായിരിക്കും അത് ചെയ്യുക. മൃഗങ്ങൾക്കത് വല്ലതുമുണ്ടോ? അപ്പൊ അവറ്റകളെ ഒരു തരത്തിൽ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗുരുവിൻ്റെ ആ അനുകമ്പയുടെ നിദർശനങ്ങളാണ് ഇങ്ങനെയുള്ള നുറുങ്ങുകളൊക്കെ. ഇതിനെയൊക്കെ നുറുങ്ങുകളെന്ന് പറഞ്ഞാലും നുറുങ്ങുകളല്ലിത്. ഒരാദർശം അതേപടി നമുക്ക് മനസ്സിൽ പതിയുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ. ശിവഗിരി ഹൈസ്കൂളിൻ്റെ 100ാം വാർഷികമാണ് കടന്നു പോകുന്നത്. അന്നത്തെ കാലത്ത് ഇതുപോലെ വിശാലമായ റോഡുകളൊന്നുമില്ല. അതൊരു കുന്നായിരുന്നെന്ന്. അപ്പോൾ അവിടെ ഗുരുദേവൻ തന്നെ നേരിട്ട് ആണ് അതിൻ്റെ പണികൾ നിർവഹിച്ചത്. അപ്പോൾ അവിടേക്ക് ഇതിൻ്റെ സാമഗ്രികളൊക്കെ എത്തിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. ഒരു കുത്തുകയറ്റമാണ്. അതിലെ ഊക്കൻ തടികളും അതുപോലെ തന്നെ ഈ കല്ലുടച്ചതും ഒക്കെ എത്തിക്കണമെങ്കിൽ അത് കാളവണ്ടിയുടെ സഹായമില്ലാതെ പറ്റില്ല അന്നത്തെ കാലത്ത്. ഈ മോട്ടോർ വാഹനങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അത് പ്രായോഗികമല്ലായിരുന്നു. അപ്പൊ കാളകളെ കൊണ്ട് മാത്രമേ അത് സാധിക്കുന്നുള്ളൂ എന്ന് വന്നപ്പോൾ ഗുരു അവിടെ സ്വീകരിച്ച ഒരു നടപടിയുണ്ട്, കൗതുകകരമാണ്. പറഞ്ഞാൽ കേൾക്കുന്ന, പറയുന്നത് കേൾക്കുന്ന വണ്ടിക്കാരൻ വേണമെന്ന് അവിടത്തേക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആളൊരു ഭക്തനായിരിക്കണം. വന്നവന്റെ ജോലി തീർത്തിട്ട്, ഇപ്പം നമുക്ക് അറിയാം, ഒരു വാഹനത്തിൽ 10 ടണ്ണേ കയറ്റാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടെങ്കിൽ 20 ടൺ കയറ്റിക്കൊണ്ട് പോകുന്നവരാണ് ഇന്ന്. ഇത്രയും സാങ്കേതിക വിദ്യാ സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിനെയും അമിതമായി ഉപയോഗിക്കുന്ന അനുഭവം നമുക്കുണ്ട്. 3 പേരെ മാത്രം കയറ്റേണ്ട വണ്ടിയിൽ 8 പേരെ വരെ കയറ്റുന്നു. അപ്പോൾ അന്നത്തെ മനസ്ഥിതി അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ എന്ന് ഗുരു ഉദ്ദേശിച്ചത്. അതുപോലെ ഒരാളെ തന്നെ ഒത്തു കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒത്തു കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ വേറെ തരത്തിലേ ആ പണി നടക്കൂ. അല്ലാതെ ലഭ്യമായിരുന്ന ഒരാളെ വെച്ച് ഗുരു അത് ചെയ്യിക്കില്ലായിരുന്നു. അയാളോട് വെച്ച നിഷ്കർഷതകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇത്ര ഭാരമേ ഒരു സമയം കാളകളെ കൊണ്ട് വലിപ്പിക്കാവൂ. കാളകളെ തല്ലാനേ പാടില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട്, സാധനം അവിടെ എത്തിയാൽ പോരെ, കാളയെ തല്ലുവോ തല്ലാതിരിക്കുവോ, അതെന്തിനാണ് സ്വാമി അറിയുന്നത്? നോക്കൂ, പറഞ്ഞാൽ കേൾക്കുന്നയാൾ, പറഞ്ഞാൽ കേൾക്കുന്ന ആളെ കൊണ്ടേ അത് ചെയ്യിച്ചുള്ളൂ എന്ന് മാത്രമല്ല,
ഇടവേളകൾ കൊടുക്കണം, വിശ്രമം കൊടുക്കണം, സമൃദ്ധമായി അതൊരു തീറ്റ കൊടുക്കണം. പണി കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒറ്റ മാസത്തോളം ഉണ്ടായിരുന്നു ആ ജോലി. ഒരു കാര്യം കർശനമായിട്ട് നിർദ്ദേശിച്ചു. ഒരാഴ്ച 6 ദിവസം അടുപ്പിച്ച് പണിതാൽ 7-ാം ദിവസം കാളകൾക്ക് പൂർണ്ണ വിശ്രമം കൊടുക്കണം. അന്ന് വിശേഷാൽ ഏതാണ്ട് തീറ്റ കൊടുക്കുന്ന കാര്യത്തിനും ചട്ടം കെട്ടിയെന്ന് മാത്രമല്ല, അതിൻ്റെ ചെലവിലേക്ക് പ്രത്യേകം പണവും നൽകി. അത് ഗുരു തന്നെ നേരിട്ട് പറഞ്ഞ് അത് കൊടുപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ഒരു ദിവസം ഈ ജോലിക്കാരൻ മെനക്കെടുന്നത് അവനൊരു നഷ്ടവായുവില്ല. അത് ഈ കാളകളെ പരിപാലിക്കുന്നതിൻ്റെ, തീറ്റുന്നതിൻ്റെ കൂലിയായി കൊടുക്കുകയും ചെയ്തു. നോക്കണം, കാളകൾക്ക് നല്ല പുല്ലരിയുന്നതിനും വിശേഷമായി തീറ്റ കൊടുക്കുന്നതിനുമുള്ള പണം നൽകുക, വണ്ടിക്കാരന് അവൻ്റെ അന്നത്തെ ജോലി നഷ്ടം ഉണ്ടാകാതെ അതിൻ്റെ മെനക്കേട് കൂലി നഷ്ടം വരാത്ത രീതിയിൽ കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ഏതാണ്ടൊന്നൊരു 1.5 മാസം തുടർച്ചയായി കാളവണ്ടി ഉപയോഗിച്ചാണ് അത് ചെയ്തത്. അപ്പൊ അവിടെ എല്ലാവർക്കും മനസ്സിലായി കാണും, ആ കാളകളുടെ താപം അല്ലെങ്കിൽ അതിൻ്റെ ശാപം ആ മണ്ണിലുണ്ടായില്ല എന്നുറപ്പാണ്. അങ്ങനെയാണ് ഗുരു ആ കാര്യം അവിടെ നിർവഹിച്ചത്. ഒന്ന് ഓർത്തു നോക്കൂ, ആരാണ് അനുകമ്പയാണ്ടവനെന്ന് ചോദിച്ചാൽ ഇതല്ലാതെ വേറൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇനി നമുക്ക് സാധിക്കുമോ? മൃഗങ്ങളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇനി മനുഷ്യന്റെ കാര്യത്തിലേക്ക് വന്നാലോ? ഒരുവൻ ചിലപ്പം കാണിച്ചത് അനീതിയായിരിക്കാം, അക്രമമായിരിക്കാം. അതിൻ്റെ പേരിൽ അവനോട് അനുകമ്പയറ്റ് പ്രവർത്തിച്ചാൽ, കൃപയറ്റ് പ്രവർത്തിച്ചാൽ അതും ഗുരുവിന് സഹിക്കുമായിരുന്നില്ല. പരുവിപ്പുറത്ത് ഇന്ന് കാണുന്ന അത്രയും വിശാലമായ സ്ഥലം അന്നില്ല. ക്ഷേത്രത്തിനോടും മഠത്തിനോടും ചേർന്ന് കിടക്കുന്ന സ്ഥലം വന്ന് പതിക്കാനുള്ള അപേക്ഷ ഗുരുവിൽ നിന്നും പോയിട്ടേ ഉള്ളൂ. പക്ഷെ ആ സ്ഥലത്തിന് തന്നെ മറ്റൊരു വ്യക്തിയുടെ അപേക്ഷയും ചെന്നിട്ടുണ്ടായിരുന്നു. ഗുരുവാണെങ്കിൽ അത് പതിച്ചു കിട്ടാതെ അതിലേക്ക് പ്രവേശിക്കില്ല. മറ്റേ ആളാണെങ്കിലോ അപേക്ഷ പോയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തൻ്റേതാണ് എന്ന് അയാൾ ഭാവിച്ച് അതിൻ്റെതായ ദുസ്വാതന്ത്ര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മടപ്പരയോട് ചേർന്ന് നല്ലൊരു വാഴ കുലച്ച് പാകമായി നിന്നിരുന്നു. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞയാള് ആ മടപ്പുര കഴിഞ്ഞുള്ള ഭാഗം മുഴുവൻ തൻ്റേതെന്നുള്ള ഭാവത്തിൽ ആരും കാണാതെ ആ കൊല വെട്ടി തൻ്റേതെന്നുള്ള ഭാവത്തിലാണ്. പക്ഷേ അയാൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു, അതിനെ മഠത്തിലെ അന്തേവാസികൾ പരിപാലിക്കുന്നതും ഇനി അതല്ല താനല്ല അത് വെച്ചത് എന്നതും ഇനി അവിടെ ഒരു മഹായോഗിയുടെ ആസ്ഥാനമാണെന്നതും അങ്ങനെയുള്ള മനസ്സാക്ഷിയൊന്നും ഇല്ലാത്തവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ട മനസ്സായിരുന്നു, ഔചിത്യമില്ലാത്തവനായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ ആ കൊലമോഷണം പോയ കാര്യം വെളിപ്പെട്ടു. അന്ന്
ആ വിളയത്ത് കൃഷ്ണനാശാനെ പോലെയും കുമാരനാശാനെ പോലെയുമുള്ള പ്രഗത്ഭരൊക്കെ അവിടെയുണ്ട്. അപ്പൊ സ്വാമിയുടെ കൊല എന്ന് ഉള്ള ഒരു വികാരത്തിലാണ് എല്ലാവരും. തൃപ്പാദങ്ങളുടെ വാഴക്കൊല അത് ഇത്ര ധിക്കാരത്തോടെ, കാരണം അയാൾ ഈ പലതരത്തിൽ ഈ വസ്തുവിന്റെ കാര്യത്തിൽ ഉപദ്രവിക്കുന്നത് ഇവർ സഹിക്കുകയാണ്. അതിൻ്റെ ഒരു അസഹിഷ്ണുതയുണ്ട്. അപ്പൊ ഇതുകൂടി ആയപ്പോൾ ഒരു വാശിയായി. അവനെ പിടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. നെയ്യാറ്റിൻകര കേസ് കൊടുത്തു. അന്നത്തെ പോലീസ് വന്ന് തൊണ്ടി സഹിതം പിടിച്ചു. അത് ഒരു ന്യായാധിപന്റെ മുമ്പിൽ ഹാജരാക്കി. ഇന്നത്തെ പോലെ കാലങ്ങളെടുത്തൊന്നും അല്ല അന്നത്തെ കേസ്. അപ്പൊ ആ ന്യായാധിപനാണ് എങ്കിൽ ഗുരുസ്വാമിയെക്കുറിച്ച് നല്ല മതിപ്പുള്ളയാളായിരുന്നു, ഒരു ഭക്തനായിരുന്നു. സ്വാമി തൃപ്പാദങ്ങളുടെ മുതലാണ് മോഷ്ടിച്ചത് എന്നതുകൊണ്ട് അയാൾക്ക് പിഴയും ഒപ്പം ഒരു ശിക്ഷയും. മോഷണം നടന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്ന് അടിക്കുക, ഇത്ര അടിയെന്നും വിധി വന്നു. എല്ലാവർക്കും വലിയ ആവേശമായി. രണ്ടു തരത്തിലാണ് മോഷ്ടാവ്. ഒന്ന് മാത്രമല്ല, തങ്ങളുടെ ഒരു പ്രതിയോഗി. തൃപ്പാദങ്ങൾ അവിടെ ഇല്ലായിരുന്നു, സഞ്ചാരത്തിലായിരുന്നു. ഇന്നത്തെ പോലെ അങ്ങനെ വിവരങ്ങൾ അപ്പോൾ അറിയുന്നതിന് മാർഗമില്ല, അറിയിക്കുന്നതിനും മാർഗമില്ല. അവിടുന്ന് യാത്ര കഴിഞ്ഞ് നെയ്യാറ്റിൻകര വന്നപ്പോൾ അവിടെ വെച്ച് ഈ വർത്തമാനം അറിയുന്നു. കൊല വെട്ടിയതും അത് തൊണ്ടി സഹിതം പിടിച്ചതും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയതും ശിക്ഷ വിധിച്ചതും എല്ലാം അറിഞ്ഞു. തൃപ്പാദങ്ങൾ ആ വന്ന ദിവസമാണ് ശിക്ഷ നടപ്പാക്കുന്നത്. അന്ന് അയാളെ കളവ് നടന്ന ആ സ്ഥലത്ത് വെച്ച് ഏതാണ്ട് ഇത്ര അടി കൊടുക്കുകയാണ്. അപ്പൊ നോക്കണം, അന്നത്തെ കാലത്ത് ഇതെല്ലാം വലിയ കൗതുകമാണ്. ഇന്ന് ഒരു ഉന്തും തള്ളും ഉണ്ടാക്കുന്നിടത്ത് ആളുകൾ ഓട്ടവിട്ട് കൂടി നിൽക്കും ആകാംക്ഷയോടെ. അന്നത്തെ കാലത്തും സ്ഥിതി വ്യത്യസ്തമല്ലെന്നല്ല, ചെറുടെ രൂക്ഷമായിരിക്കും. ഇപ്പൊ കർണാകർണികയായത് ആ പ്രദേശം മുഴുവൻ അറിഞ്ഞ് ഇവനെ കെട്ടിയിട്ട് തല്ലുന്നത് കാണാൻ ധാരാളം ആളുകൾ കൂടി വരികയാണ്. അതിപ്പോ എപ്പം വരും എന്നുള്ളത് ഇന്നത്തെ പോലെ കൃത്യമായിട്ട് അറിയാൻ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഈ അസുലഭ സന്ദർഭം നഷ്ടമാകരുതെന്ന് കരുതി കാലേ കൂട്ടി വന്നിരിക്കുന്നവരും ധാരാളമുണ്ട്. ഇപ്പൊ ഏതായാലും ഗുരുവിനോട് ഉണർത്തിച്ച ആ വൈദ്യര് വലിയ അഭിമാനത്തോടെ അല്പ അഹങ്കാരത്തോടെയാണ് ഗുരുവിനോട്, ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചു. ഇത് കേൾക്കുമ്പോൾ ആ കള്ളനെ കയ്യോടെ പിടിച്ച നടപടിയിൽ ഗുരു സന്തോഷിക്കുമെന്നും ഇവരെ അഭിനന്ദിക്കുമെന്നുമാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഗുരുവിൻ്റെ മുഖം അരുണാഭമായത്രേ. അവിടുന്ന് കണ്ണടച്ചിരുന്നു. ആ മുഖത്തേക്ക് നോക്കുവാൻ അയാൾക്ക് ധൈര്യമില്ലായിരുന്നു. അവിടുന്ന് കണ്ണു തുറന്നു. ഏതാണ്ട് രക്തച്ചവി കലർന്ന ആ കണ്ണ് ഈ വൈദ്യരുടെ മേൽ പതിച്ചു. അയാൾ ചൂളിപ്പോയി. ഇതുപോലെ ഒരു അനുഭവം ആദ്യമാണ്. ഗുരു വളരെ അനുകമ്പയോടെ പറഞ്ഞു, നാം ഇനി അവിടേക്ക് വരുന്നില്ല.
ആ പാപത്തിന്റെ ആർത്തനാദ കലുഷിതമായ ആ വായു ഇനി നമുക്ക് ശ്വസിച്ചുകൂടാ. നാം തിരികെ പോകുന്നു. അന്താവാസികളുടെ ഉള്ളിൽ ഇതുപോലെ രാഗദ്വേഷങ്ങൾ വളർന്നാൽ ഇനി അവിടെ വെട്ടും കുത്തും നടക്കുമല്ലോ എന്നുകൂടി അവിടുന്ന് മൊഴിയുകയുണ്ടായി. ഇയാളാകെ വരണ്ടു. വല്ല വിധേനയും ആ മുമ്പിൽ നിന്ന് അയാൾ പിൻവാങ്ങി. അത്ര പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുമോ അരുവിപ്പുറത്ത്? എങ്കിലും സാധിക്കുന്ന വേഗേന അവിടെ എത്തി. ആശാനോടും പേട്ടയിൽ പരമേശ്വരനോടും ഒക്കെ തൃപ്പാദങ്ങളുടെ അന്തർഗതം അറിയിച്ചു. അപ്പോൾ തന്നെ അവർ മജിസ്ട്രേറ്റിനെ കണ്ടു. തൃപ്പാദങ്ങളുടെ ഇംഗിതം ഇങ്ങനെയാണ് എന്ന് അവിടെയും ഉണർത്തിച്ചു. അയാൾ ഗുരുവിൽ അതീവ ഭക്തനായിരുന്നതുകൊണ്ട് കേസിന്റെ നടപടിക്രമങ്ങളോ അതിന്റെ നൂലാമാലകളോ ഒന്നും അയാൾക്ക് ബാധകമല്ലായിരുന്നു. തൃപ്പാദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു എങ്കിൽ തൃപ്പാദങ്ങളുടെ കൽപ്പന പോലെ അയാളുടെ ശിക്ഷ റദ്ദ് ചെയ്തു എന്ന് മാത്രമല്ല, കേസിൽ നിന്നൊഴിവാക്കി. ഈ വിവരം കുമാരനാശാനും കൃഷ്ണനാശാനും പരമേശ്വരനും ഒക്കെ കൂടി ചെന്ന് തൃപ്പാദ സമക്ഷം ഉണർത്തിച്ചതിന് ശേഷമാണ്, മാപ്പിരന്നതിന് ശേഷമാണ് അവിടുന്ന് അരുവിപ്പുറത്തേക്ക് മടങ്ങുകയുണ്ടായത്. അവിടുന്ന് ഒരിക്കൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സഹോദരൻ അയ്യപ്പനോട് അരുളിയതെന്താണ്? അറിവില്ലാത്തവരോട് അനുകമ്പയോടെ പെരുമാറണം. ഈ അറിവില്ലായ്ക കൊണ്ട് എന്തെല്ലാം ക്രൂരതകൾ മനുഷ്യർ കാട്ടിക്കൂട്ടുന്നു. അത് അറിവില്ലായ്മയുടെ ഫലമാണ്. അവരോട് അനുകമ്പയാണ് കാണിക്കേണ്ടത്. ചിന്താമധുരമാണ് ഈ വാക്കുകൾ. അറിവില്ലാത്തവരോട് അനുകമ്പയോടെ പെരുമാറുക. ഒരു രോഗിയോട് നാം കാട്ടുന്നത് അനുകമ്പയല്ലേ? രോഗി വിറയ്ക്കുന്നു, വലിക്കുന്നു, പൊളയുന്നു. ഇത് കണ്ട് ആസ്വദിച്ച് ആരെങ്കിലും നിൽക്കുമോ? അയാളെ പരിചരിക്കുകയാണ്, അയാളെ സംരക്ഷിക്കുകയാണ്, അയാൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുകയാണ്. ആ രീതിയിൽ അനുഭാവം കാണിക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്ക് മമതയുള്ളവർക്ക് എന്തെങ്കിലും വന്നാൽ അത് ബാധിച്ചവരെക്കാൾ കൂടുതൽ ഇത് കണ്ടു നിൽക്കുന്ന നമുക്കായിരിക്കും വേദന. ഒരു കുഞ്ഞിന്റെ കൈ മുറിഞ്ഞാൽ കുഞ്ഞിനുള്ള വേദനയേക്കാൾ കഠിനമാണ് അമ്മയുടെ വേദന, മമത. ഇതെല്ലാം നമുക്ക് അനുഭവമാണ്. ഇവിടെ നോക്കൂ, ദ്രോഹിച്ചവനെ സ്നേഹിക്കുക. സ്നേഹിക്കയുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് ആശാൻ പിന്നീട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള എത്രയോ സംഭവങ്ങളുടെ പിൻബലം അവിടത്തേക്കുണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പ്രാസം വെച്ച് എഴുതി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ 2 വരികൾ ആശാന്റെ ഇതുപോലുള്ള ഈ തത്വചിന്താ സമാനമായ വാക്കുകൾ, മൊഴിമുത്തുകൾ, അതിനെല്ലാം അനുഭവത്തിന്റെ പിൻബലമുണ്ട്. നോക്കൂ, അവിടുന്ന് എത്ര സമർത്ഥമായിട്ടാണ്
ഇങ്ങനെയുള്ള മനുഷ്യ സാധാരണമായ വൈരങ്ങളെ ചികിത്സിക്കുന്നത്. ഇത് ആ രീതിയിൽ അവിടുന്ന് പെരുമാറിയില്ല എങ്കിൽ അതിനത്ര വേഗം ഒരു തീരുമാനമുണ്ടാവില്ല. ഒരു സംഭവവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഗുരുവിനേക്കാൾ പ്രായം അധികമുണ്ടായിരുന്ന ശിഷ്യനായിരുന്നു ഭൈരവൻ ശാന്തി. അരുവിപ്പുറമായിരുന്നു അവിടുത്തെ കർമ്മരംഗം. പ്രായാധിക്യത്തിൽ അദ്ദേഹത്തിന് ഈ വാദത്തിൻ്റെയോ മറ്റോ ഉപദ്രവം ഉണ്ടായിരുന്നു. ചില സമയം അദ്ദേഹം അതിൽ വളരെ വേദന തിന്നുന്നുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചികിത്സ ചെയ്യണമെന്നുണ്ട്. ചികിത്സ ചെയ്യണമെന്ന് പലവട്ടം തൃപ്പാദങ്ങൾ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ വൈദ്യന്മാർ ധാരാളം ശിഷ്യരായിട്ടുമുണ്ട്. അവരെല്ലാം സമുദായ കാര്യത്തിനു വേണ്ടി തൃപ്പാദങ്ങളെ കാണാൻ അരുവിപ്പുറത്ത് വരുന്നുമുണ്ട്. ഈ കാണുമ്പോഴുള്ള സഹതാപം പറച്ചിലല്ലാതെ പിന്നെ ആട്ടെ എന്നുള്ള രീതിയായിപ്പോയി. അത് നടക്കുന്നില്ല. ഒരു ദിവസം നെയ്യാറ്റിൻകരയിൽ നിന്നൊരു വൈദ്യൻ ചെന്നപ്പോൾ തൃപ്പാദങ്ങൾക്ക് ഈ അല്പം വിഷമസ്ഥിതി, ദേഹത്തിലാകെ ഒരു അസ്വസ്ഥത. അപ്പൊ തൃപ്പാദങ്ങളായതുകൊണ്ട് തൃപ്പാദങ്ങൾ തന്നെ കൽപ്പിക്കുന്ന എന്തെങ്കിലും പോംവഴി ചെയ്യാം എന്ന് കരുതി ഇവർ ആജ്ഞയ്ക്ക് കാത്തുനിന്നു. അപ്പോൾ ഒരു എണ്ണത്തോണി ചികിത്സ നടത്തണമെന്ന് അവിടുന്ന് കൽപ്പിച്ചു. അപ്പോൾ എണ്ണ തയ്യാറാക്കി ആ തോണിയിൽ കിടത്തി, അത് നല്ല സമയമെടുക്കും, ഇച്ചിരി ശ്രമകരവുമാണ്. തൃപ്പാദങ്ങൾക്കല്ലേ ഒന്നിനും ഒരു അമാന്തമുണ്ടായില്ല. എണ്ണത്തോണി തയ്യാറാക്കപ്പെട്ടു. എല്ലാം ഇങ്ങനെ പാകമായി. തൃപ്പാദങ്ങളെ ആ ചികിത്സയ്ക്ക് വിധേയമാക്കാനുള്ള മുഹൂർത്തമായി. അവിടുന്ന് എണ്ണത്തോണിയെ സമീപിച്ചിട്ട് അല്പനേരം മടിച്ചു നിന്നു. അപ്പൊ അവിടുന്ന് മൊഴിയുകയാണ് ആത്മകഥം. ഇന്നൊരു സുഖം തോന്നുന്നില്ലല്ലോ, ഇന്ന് വേണ്ടായിരുന്നു, എല്ലാവരുടെയും ഉള്ളുകാളി. ഇതിനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ട്, അതപ്പം ചെയ്യണം. ഇതൊന്നും ഇനി നാളത്തേക്ക് ഇങ്ങനെ വെക്കാൻ കൊള്ളില്ല. തങ്ങളുടെ ശ്രമം മുഴുവൻ പാഴായല്ലോ. അതും തൃപ്പാദങ്ങളെ കരുതി എത്ര ശ്രദ്ധയോടെ ചെയ്തതാണ്, പാഴായല്ലോ. അപ്പൊ തന്നെ ഈ വിചാരമെല്ലാം അവിടുന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയല്ലയോ. അപ്പൊ തന്നെ അടുത്ത മൊഴി വരുന്നു. പാഴല്ല, വൈരവനെ നോക്കിക്കൊള്ളൂ, വൈരവനെ നോക്കിക്കൊള്ളൂ. എണ്ണത്തോടി അത് ഉരുക്കുകളൊന്നും പാഴാക്കണ്ട. അവിടെ ഭൈരവൻ ശാന്തിയെ ആ എണ്ണത്തോണിയിൽ ചികിത്സിച്ചു. തൃപ്പാദങ്ങളും കുറെ സമയം അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു. നല്ല ഒരു സുഖ ചികിത്സ കിട്ടിയതോടെ ഭൈരവൻ ശാന്തിക്ക് സുഖമായി. യഥാർത്ഥത്തിൽ എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണും. ഗുരുദേവൻ അങ്ങനെ ശാരീരിക അസ്വസ്ഥതകളൊന്നുമില്ലായിരുന്നു. താൻ പറഞ്ഞിട്ടോ ഇവർ ഭൈരവനെ ചികിത്സിച്ചില്ല. അവസാനം ഭൈരവന് ഇങ്ങനെ ഒരു ചികിത്സ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ലീല ആടിയാലേ മതിയാവുകയുള്ളൂ എന്ന് അവിടുന്ന് കണ്ടു. അതുകൊണ്ട് അഭിനയിക്കുകയായിരുന്നു, ആകാഴിക അഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ചില രസകരമായ ലീലകളും അവിടുത്തെ മഹനീയ ചരിത്രത്തിൽ കടന്നു വരുന്നുണ്ട്.
നോക്കൂ, വേണ്ടവർക്ക് വേണ്ടുന്നത് ചെയ്യുവാൻ. ചില സമയം ഇതുപോലുള്ള ലീലകളും അവിടുന്ന് ആടുന്നു. ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ആർക്ക് തോന്നാതിരിക്കും? പ്രിയമുള്ളവരെ, ഈ അനുകമ്പയെ നമുക്ക് ഇനിയും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.